വളരെ പ്രധാനപ്പെട്ട കായിക വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്കലാശത്തിന് ബഹളത്തിൽ ഇന്നലെ സംസ്ഥാന സ്കൂൾ കായികമേള അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു ശോഭ നമുക്ക് പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇന്ന് നമുക്ക് ഇന്നലത്തെ സമാപനം അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ഗുഡ് മോർണിംഗ് കേരളത്തിൽ കാണണം. ഒളിമ്പിക്സ് മാതൃകയിലുള്ള ആദ്യത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വർണ്ണാഭമായ സമാപനം. കൗമാര സ്വപ്നങ്ങൾ ചിറകുവിരിച്ച കായിക മാമാങ്കത്തിന്റെ സമാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓവറോൾ വിജയികൾക്കുള്ള എവർ റോളിംഗ് ട്രോഫി തിരുവനന്തപുരം ജില്ലയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ഒറ്റ മനസ്സും ഒരേ ലക്ഷ്യവുമായി കൗമാരം കുതിച്ച കായിക കുതിപ്പിന് സമാപനം. സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഏടുകളിലൊന്നിനാണ് മഹാരാജാസിൽ സമാപനമായത്. സിന്തറ്റിക് ട്രാക്കിലൂടെയുള്ള മാർച്ച് പാസ്റ്റോടെ സമാപന ചടങ്ങിന് തുടക്കം. സ്വന്തം പേരിൽ തന്നെയുള്ള 2 മീറ്റർ റെക്കോർഡുകൾ തകർത്ത കാസർഗോഡ് കുട്ടമത്ത് സ്കൂളിലെ KC സർവൻ മാർച്ച് പാസ്റ്റിനെ നയിച്ചു. പിന്നിൽ ഓരോ ജില്ലകളെയും പ്രതിനിധീകരിച്ച് കുട്ടികൾ അണിനിരുന്നു. പിന്നെ ഈ കായികമേളയുടെ സ്വത്തായ ഭിന്നശേഷി കുഞ്ഞുങ്ങൾ, അതിനു പിന്നിൽ ഭാഗ്യചിഹ്നമായ തക്കുടു, അതും കഴിഞ്ഞ് വർണ്ണ ബലൂണുകളുമായി കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് ബാൻഡ് മേളത്തിന്റെ അകമ്പടി. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഈ രീതിയിൽ വളരെ സമഗ്രവും വിശാലവുമായ കായികമേള സംഘടിപ്പിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തി മത്സരവിധി നിർണയിക്കാൻ കാണിച്ച കൃത്യത അത് എല്ലാവരും പ്രശംസിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിതിൻ്റെ മാറ്റ് കൂട്ടിയിരിക്കുകയാണ്. ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചാണ് ഈ മേള സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ കായികമായ കഴിവുകൾ മാറ്റുരക്കാനുള്ള വേദിയായി ഈ മേള മാറി എന്നത് ശ്രദ്ധേയമാണ്. മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായി. ഓവറോൾ ചാമ്പ്യന്മാരായ തിരുവനന്തപുരത്തിന് മുഖ്യമന്ത്രി ട്രോഫികൾ വിതരണം ചെയ്തു. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, V അബ്ദുറഹിമാൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, M ചിഞ്ചുറാണി, GR അനിൽ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു. നടൻ വിനായകൻ, മുൻ ഇന്ത്യൻ ഫുട്ബോളർ IM വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി. അടുത്ത സ്കൂൾ കായികമേള നടക്കുന്ന തിരുവനന്തപുരത്തേക്കുള്ള പതാക മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങി. ആകാശത്തോളം കിനാക്കളുമായി കൗമാരം കുതിക്കുകയാണ്. ഇനി തിരുവനന്തപുരത്ത് കാണാം. AP സജിഷ, കൈരളി ന്യൂസ്.